ഈ തന്ത്രിമാർക്കുള്ള ദക്ഷിണ ഇവള് കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുത്തോളാം. ഇതാ ആ ആറ്റം ബോംബ് ഇപ്പോഴും ഇതിലുണ്ട്. അത് ഞാൻ ഈ തന്ത്രിമാരെ അച്ഛനെയും ബാലാമണിനെയൊക്കെ കാണിക്കട്ടെ. ഈ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള തർക്കത്തിന് നിങ്ങൾ തന്നെ പരിഹാരം നിർദ്ദേശിക്കണം. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികളും കാക്കാമലയിലെ ദേവികാവിൽ പോണ്ടി വരും. കാക്കാമല ദേവികാവിലേക്കോ? ദേവിയുടെ ഹിതം പറയുന്ന വെളിച്ചപ്പാടുണ്ട് അവിടെ. വെളിച്ചപ്പാട് ഓരോ തിരി കത്തിച്ച് രണ്ടുപേരുടെയും കയ്യിൽ തരും. ആ തിരി അണയാതെ ഇവിടെ എത്തിക്കണം. അങ്ങനെയല്ലേ മന്ത്രമഠം? അങ്ങനെ തന്നെയാ. രണ്ടിൽ ഒരാളുടെ തിരി അണയും. തിരി അണയുന്നവൾ കുറ്റക്കാരി. തിരി അണയാതെ ഗോവർദ്ധനപുര തപ്പന്റെ നടയിലെത്തുന്നവൾക്ക് തർക്കത്തിൽ ജയം. എന്റെ മോളെ കാക്കാമലയിലേക്ക് പറഞ്ഞയക്കാനോ? ഹേയ്, നടക്കുന്നത് വല്ലതും ഉണ്ടെങ്കിൽ പറയ എന്റെ മന്ത്രമഠം. ഞാൻ തയ്യാറാ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ എവിടെ പോവാനും ഞാൻ തയ്യാറാ. എന്ത് പരീക്ഷണത്തിനും ഞാൻ തയ്യാറാ. അതെ, ആ കാക്കാമലയെ കുറിച്ച് നിനക്ക് ഒന്നും അറിഞ്ഞുകൂടത്തോട്ടാ. തർക്കം തെളിയിക്കാനായി അവിടെ പോയവരിൽ പലരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഈ തന്ത്രിമാരോട് ചോദിച്ചു നോക്ക്. എന്നാലും ഞാൻ തയ്യാറാ. എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയായിട്ട് നടക്കാൻ ഇനി എനിക്ക് വയ്യ. കാക്കാമലയിലെ പരീക്ഷണത്തിന് ബാലാമണി ഒരുക്കമാണ്. ഇവളെ അയക്കാൻ വർമ്മയ്ക്ക് സമ്മതമല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോൾ കുറ്റക്കാരിയാണെന്ന് ഞാൻ തൃക്കാലം വിധിക്കും. എന്റെ കൊച്ചുമോളെ അങ്ങോട്ട് അയക്കാൻ ഞാൻ തയ്യാറല്ല. പൂർവികർ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് വെറുതെ കമലല്ലേ. കുറ്റം ചെയ്തയാൾ അത് ഏറ്റു പറഞ്ഞാ മതി. പിന്നെ പരീക്ഷണമൊന്നുമില്ല. അതിനെ എന്റെ ദേവമോള് ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. അപ്പൊ ആ ബിംബത്തിൽ ആ മാല എങ്ങനെ വന്നു? അത് തെളിയിക്കപ്പെടണം. രണ്ടിലൊരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതാര്? അത് തെളിയിക്കപ്പെടണം. പരീക്ഷണം വേണമോ വേണ്ടയോ? അവസാന വാക്ക് തന്ത്രിമാരുടേതാണ്. പരിഹാരക്രിയകൾ കഴിഞ്ഞു. ദക്ഷിണ ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കണം, അത് ഞങ്ങൾക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷണം നടന്നേ പറ്റൂ. അത് തെറ്റ് ചെയ്തവൾ ശിക്ഷ അനുഭവിക്കണം. തന്ത്രിമാര് പറഞ്ഞത് ധിക്കരിക്കാൻ പാടില്ല വർമ്മ സാറേ. കാക്കാമലയിലേക്ക് പോകാൻ രണ്ടു കുട്ടികൾക്കും വേണ്ടത് ചെയ്തു കൊടുക്കുക വർമ്മ സാറേ. ഒരു രാത്രി അവിടെ കഴിയണം. കുളിച്ചു മാറ്റാനുള്ള വസ്ത്രം മാത്രം കയ്യിൽ കരുതിയാൽ മതി. വഴിയിൽ ജലപാനം പോലും പാടില്ല. അവിടുത്തെ വെളിച്ചപ്പാട് പ്രസാദം തരും. അത് മാത്രം കഴിക്കുക. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വർമ്മ സാറേ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ. മോളെങ്ക് വന്ന് ആ കൊച്ചുമോള് ചെല്ലേ. എന്നാ പിന്നെ കുട്ടികളങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ അല്ലേ മന്ത്രമഠം? ആയിക്കോട്ടെ. സത്യപരീക്ഷണത്തിന് പുറപ്പെടുന്നവർ പാലിക്കേണ്ട നിബന്ധനകൾ ഒന്നുകൂടി പറഞ്ഞോളൂ മന്ത്രമഠം. അങ്ങോട്ടുള്ള യാത്രയിലും തിരിച്ചുള്ള വഴിയിലും മനഃശുദ്ധിയും ദേഹശുദ്ധിയും നിർബന്ധം. ആഹാരം നിഷിദ്ധം. ജലപാനം പോലും പാടില്ല. എന്നുവച്ചാ പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. നടന്ന് ക്ഷീണിച്ചാലും. ഞങ്ങളോട് എന്തോ സംശയം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നേരമായിട്ടില്ല. സത്യപരീക്ഷണത്തിന്റെ വിധി തീർപ്പാക്കാൻ മന്ത്രമഠം വരുമല്ലോ, അപ്പോഴാവാം. സമ്മതമാണോ സമ്മാദമാണോ അക്കരെയുണ്ട് ഉദ്ദേശിച്ചത്?
അത് ഭഗവാനെ നിശ്ചയമുള്ളൂ.